ഇടതു നേതാക്കൾക്കെതിരെ തുറന്നടിച്ച വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് AKG സെന്ററിലെത്തിയപ്പോൾ പ്രധാനപ്പെട്ട നേതാവിൽ നിന്നും കൊടിയ അധിക്ഷേപം നേരിട്ടുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. ലിസ്റ്റ് കാലാവധി അവസാനിച്ചതോടെ ഉദ്യോഗാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. അതേസമയം ആശമാരുടെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച ഉത്തരവ് ആരോഗ്യവകുപ്പും മരവിപ്പിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയുമാണ് ഈ മൺകലത്തിൽ കത്തിയമരുന്നത്. പോലീസാകാൻ ആഗ്രഹിച്ചവർ ഒന്നുമാകാതെ മടങ്ങുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇല്ല, നമ്മളെല്ലാവരും പോവാ, വീട്ടിൽ പോവാ. മുഖ്യമന്ത്രി സാറേ, നമ്മൾ പോവാ, ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല, പോവാ. എല്ലാവരും കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷയായിരുന്നു, അങ്ങനെയാണ് വന്നത്. എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, ഭരിക്കട്ടെ, നമുക്ക് കാണാം. 18 ദിവസം നീണ്ട സമരത്തിൽ നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എണ്ണിപ്പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ. ഞങ്ങളൊരു പ്രാവശ്യം AKG സെന്ററിൽ പോയി. അവിടുന്ന് ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞാലും, മരത്തുനിന്ന് കയറി താഴിലേക്ക് തുള്ളിയാലും, മരത്തിൽ കയറ് കെട്ടി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ്. ഞങ്ങളൊരു യുവജന നേതാവും MP ആയിട്ടുള്ള ഒരു സാറിനെ കാണാൻ പോയി. സാറ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെന്താ കോൺഗ്രസിനെ കുറിച്ചിട്ട് സംസാരിക്കാത്തത്, നിങ്ങളെന്തിനാ BJP-നെ കുറിച്ച് സംസാരിക്കാത്തത്? നമുക്ക് അവകാശപ്പെട്ട ഒന്നിനെ ചോദിക്കുമ്പോൾ അതെങ്ങനെ ദുർവാശിയാകും മാഡം? മടങ്ങും മുമ്പ് സർക്കാരിനോട് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുമാത്രം. നാളെയോ മറ്റന്നാളോ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുവാണ്. ആ കുട്ടികൾക്കെങ്കിലും നല്ലൊരു വേക്കൻസി കൊടുത്ത് അവരെല്ലാവരെയും ജോലിയിലേക്ക് എടുക്കണമെന്ന് അപേക്ഷിക്കുന്ന ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗതിയോ ഇങ്ങനെയായി. അതേസമയം 62ാം ദിവസവും ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തുടരുകയാണ്. വിരമിക്കൽ പ്രായം 62 വയസ്സായി നിശ്ചയിച്ച ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം സമരത്തിന്റെ വിജയമാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.